വയസ്സായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ 30 വയസ്സാവുമ്പോൾ നമ്മുടെ ലൈഫെല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി സോർട്ടഡ് ഔട്ടായി എല്ലാ സ്റ്റെബിലിറ്റിയും എല്ലാം വന്ന് നമ്മളൊക്കെ പറയും പോലെ സെറ്റിൽഡ് ആയി എന്നുള്ള രീതിയിലേക്ക് ആവും. അല്ലെങ്കിൽ അങ്ങനെ ആവുള്ളൂ എന്നായിരുന്നു എൻ്റെ വിശ്വാസം. ഏർലി 20s, ഈവൻ മിഡ് 20s, കോളേജിലെല്ലാം പഠിക്കുന്ന സമയത്തും ലാവിഷായിട്ടെല്ലാം ചെയ്ത് നടന്നുകൊണ്ടിരുന്ന കാലത്തും അങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്നത്. ബട്ട് ഇപ്പോ 30s അല്ലെങ്കിൽ 30 വന്നെത്തി തിരിഞ്ഞു നോക്കുമ്പോൾ ഹൈൻസൈറ്റ് അതൊക്കെ വെറും തോന്നലായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഇതെല്ലാവരുടെയും കാര്യമില്ല. മിക്കവരും എനിക്ക് തോന്നുന്നു ആ സമയമാകുമ്പോഴത്തേക്കും സോർട്ടഡ് ആയിട്ടുണ്ടാവും. ബട്ട് എൻ്റെ കാര്യത്തിൽ അങ്ങനെ സോർട്ടഡ് ആയിട്ടില്ല. ബട്ട് അതൊരു ബാഡ് തിങ് ആണെന്നല്ല ഞാൻ പറയണത്. നമുക്ക് ഇനിയും ഇതെല്ലാം ഫിഗർ ഔട്ട് ചെയ്യാനും സെറ്റ് ആക്കാനും സമയമുണ്ടല്ലോ. ബട്ട് 30 വയസ്സിൽ എവിടെ എത്തും എന്ന് ഞാൻ എന്തായിരുന്നു വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ ഫാന്റസിയിൽ എന്തായിരുന്നോ അവിടെയല്ല എന്തായാലും. സോ ആ ഒരു ഇമാജിനേഷൻ വർക്കൗട്ട് ആയില്ല. കാരണം അതിനുവേണ്ടി എഫേർട്ട് ഇട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കുള്ളൂ. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 17-18 വയസ്സ് സമയത്തൊക്കെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഫുട്ബോൾ കളിച്ച് 24 മണിക്കൂറും ഫുട്ബോൾ കളിക്കുക എന്നുള്ളതായിരുന്നു. രാവിലെ എഴുന്നേൽക്കുന്നത് അതിന് വേണ്ടിയായിരുന്നു. ഉച്ചയ്ക്ക് തിരിച്ച് ഫുഡ് കഴിക്കാൻ വരുന്നതും കഴിച്ചിട്ട് തിരിച്ച് കളിക്കാൻ പോകാൻ വേണ്ടിയായിരുന്നു. സ്കൂളിലും ഹയർ സെക്കൻഡറിയും ഒക്കെ പോയിക്കൊണ്ടിരുന്നതും മെയിൻ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത് ഫുട്ബോൾ കളിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ പഠിത്തം കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ ടൈം ആവാൻ നേരത്തേക്കും ഈ ഗോൾസും ഇമാജിനേഷനും എല്ലാം മാറി. നമ്മുടെ മിക്കവരെയും പോലെ കാനഡയിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു, എൻ്റെ 2 ഫ്രണ്ട്സും ഞാനും. അവർ കയറി പോയി. എനിക്ക് കുറച്ച് ഡോക്യുമെന്റേഷൻ്റെ പ്രശ്നമൊക്കെ വന്നിട്ട് പോകാൻ പറ്റിയില്ല. പിന്നെ വീണ്ടും അടുത്ത കൊല്ലം ട്രൈ ചെയ്യാന്നുള്ളൊരു എഫേർട്ടും ആ ഒരു വെയിറ്റിംഗ് ടൈമൊക്കെ ആലോചിച്ചിട്ടാണ് പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂർക്ക് വന്നത്. പക്ഷെ അതോടുകൂടി വീണ്ടും കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. പിന്നെ മ്യൂസിക്കിലോട്ടായി ഒരു ചായ്വ്. അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു കോളേജിലൊക്കെ. ബട്ട് അപ്പോഴും വീണ്ടും ഞങ്ങൾ 3 പേര്, അവന്മാരൊക്കെ 2 പേരും കല്യാണം കഴിഞ്ഞ് പല പല സ്ഥലങ്ങളിലായി. ബട്ട് ആ ഒരു ഡ്രീം അങ്ങനെ പതിയെ പതിയെ ഒലിച്ചു പോയി എന്നാണ് ഞാൻ പറയാം. എൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല. എൻ്റെ ഗിറ്റാർ ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്. ബട്ട് അതൊന്നും ആ ഒരു സമയത്ത് വർക്കൗട്ട് ആക്കാൻ പറ്റിയില്ല. സോ മിഡ് 20s വരെ അങ്ങനെ പോയി. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, കോളേജെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു റിയാലിറ്റി നമ്മളെ ഹിറ്റ് ചെയ്യും. പൈസ ഇല്ലാതെ ഒരു കാര്യവുമില്ല. ശരിയല്ലേ? കാശില്ലാണ്ട് ഒന്നും നടക്കൂലല്ലോ. സോ അങ്ങനെ കോളേജ് കഴിഞ്ഞ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എവിടേക്കോ മറഞ്ഞു പോയി. നേരെ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു, അതും കോർപ്പറേറ്റ്. സോ 3 കാര്യങ്ങൾ അതിനകത്ത് എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, 2 ഒരു സെറ്റ് കരിയർ. ജീവിതം സെറ്റായി എന്നല്ല പറയുന്നത്, അതായത് എൻ്റെ കരിയർ ഇതാണ്, ഈ ഒരു സ്ട്രീമിലാണ് എനിക്ക് പോകേണ്ടത് എന്നുള്ളൊരു ഒരു കൺഫർമേഷൻ, അതായത് നമുക്കറിയാം. അത് 2. പിന്നെ മൂന്നാമത്തെ കാര്യം മാരേജ്. അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ കാര്യത്തിൽ എപ്പോഴും അതൊരു വിയേർഡ് സബ്ജക്റ്റ് ആയിരുന്നു. ആരും അതിനെക്കുറിച്ച് ചോദിച്ചാലും ഇപ്പോഴും. സോ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാതെ മുമ്പോട്ട് പോകുന്നത് ഒരു മിസ്റ്റേക്കാണ്. ഞാനൊക്കെ അതിന് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോൾ. പിന്നത്തെ കാര്യം മാരേജ്. അതിനെക്കുറിച്ച് എനിക്ക് ഇപ്പോഴും അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് കരിയർ. കരിയർ ഞാൻ എങ്ങനെയൊക്കെയോ കംപ്ലയൻസ് ലോ സ്ട്രീമിൽ എത്തിപ്പെട്ടു. കാരണം ഫസ്റ്റ് ജോലിക്ക് കയറിയത്, അല്ല, രണ്ടാമത് ജോലിക്ക് കയറിയ കമ്പനി അങ്ങനെ ഒരു കമ്പനിയായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് ഒരു ബെറ്റർ സാലറി പേയ്മെന്റ് കൊണ്ട് ഈ ഒരു കമ്പനിയിൽ എത്തിയത്. സോ ആ ഒരു സ്ട്രീമിൽ മുമ്പോട്ട് പോകുന്നു. ബട്ട് ഇപ്പോഴും ഈ പഴയ കാര്യങ്ങൾ, നമുക്ക് വേണ്ടിയിരുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലുള്ളതുകൊണ്ടായിരിക്കാം
ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല ജോലിയിലൊന്നും. എന്താണ് ഈ ചെയ്യണെന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് എപ്പോഴും. ബട്ട് നമുക്ക് അറൗണ്ട് ദിസ് ബിൽഡ് ചെയ്യാൻ പല കാര്യങ്ങളുള്ളതുകൊണ്ടും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നല്ലൊരു ഇൻകം ഉണ്ടെങ്കിൽ സൈഡായിട്ടെങ്കിലും വർക്കൗട്ട് ചെയ്യാം എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ട്. ഞാൻ അതിന് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നത് പോലും അതിന്റെ ഭാഗമാണ്. സോ യെസ്, ഐ എം നോട്ട് വെർ ഐ തോട്ട് ഐ വുഡ് ബി വെൻ ഐ എം 30, ബട്ട് ഇറ്റ് ഈസ് ഓക്കെ. ഇറ്റ്സ് ഓക്കെ. കാരണം ഈ ഒരു സ്റ്റേജിൽ പലരും ഉണ്ടാവും. അവരോടും കൂടിയാണ് ഞാൻ സംസാരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം റിയൽ ലൈഫിൽ നമ്മൾ ആരെയും കാണില്ലല്ലോ. ഇപ്പോൾ പുറത്തു പോയാലും എല്ലാവരും ഫോണിലും ബിസി ഒക്കെയാണ്. പിന്നെ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കാൻ പറ്റില്ല. എല്ലാവരും എല്ലാവരെയും ഒരു ഡൗട്ട്ഫുൾ ഐസിൽ കൂടിയാണ് ഇന്ന് കാണുന്നത്. പിന്നെ കൊളീഗ്സ് ആയാലും ഒരു ലിമിറ്റേഷൻ ഉണ്ട് അല്ലേ. വർക്ക് സ്പേസിൽ സംസാരിക്കുന്നത് കൂടാണ്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ്, എനിക്ക് തോന്നുന്നു കൂടുതലും കൊളീഗ്സ് ആയിരിക്കരുത് അല്ലെ. എന്നെ സംബന്ധിച്ചോളം തീരെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ ഔട്ട് ഓഫ് കൊളീഗ്സ്. സോ ഐ എം ടോക്കിംഗ് ടു ദ മൊബൈൽ ഫോൺ.